ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. സ്നേഹക്കുമ്പിളിൽ വിളമ്പുന്ന കഞ്ഞിക്ക് പ്രിയമേറുന്നു. പാഞ്ഞാൾ തൊഴുപ്പാടം ഗ്രാമത്തിന്റെ പേരിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വർഷങ്ങളായി തുടരുന്ന ഔഷധക്കഞ്ഞി വിതരണം. തൊഴുപ്പാടം ശിഹാബ് തങ്ങൾ റിലീഫ് മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റമദാൻ മാസത്തിൽ നടത്തിവരുന്ന ഔഷധക്കഞ്ഞിയുടെ രുചിയറിയാൻ കാത്തുനിൽക്കുന്നവർ ഏറെയാണ് ഇവിടത്തെ വഴിയോരങ്ങളിൽ. സാധാരണയായി കർക്കിടക മാസത്തിലാണ് നാട്ടിൻപുറങ്ങളിൽ ഔഷധക്കഞ്ഞി കൊടുക്കുന്നതും കുടിക്കുന്നതും കണ്ടുവരുന്നത്. എന്നാൽ കോവിഡ് കാലത്തെ റമദാൻ മാസത്തിൽ തൊഴുപ്പാടം മഹല്ല് കമ്മിറ്റിയിൽ ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്നു തുടങ്ങിയ ഔഷധക്കഞ്ഞി വിതരണം വർഷങ്ങൾ പിന്നിട്ടും ഇന്നും എല്ലാ റമദാൻ മാസത്തിലും മുടങ്ങാതെ തുടരുകയാണ്. പ്രദേശത്തെ 500ഓളം വീടുകളിൽ ഔഷധക്കഞ്ഞി എത്തുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ വഴിയോരങ്ങളിൽ കഞ്ഞിക്കായി ജാതിമത ഭേദമന്യേ ആളുകൾ കാത്തുനിൽക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ ആഴം എത്രത്തോളമാണ് എന്ന് അറിയുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായി തൊഴുപ്പാടം പ്രദേശത്ത് സ്കൂൾ മുതൽ വാടാലിക്കാവ് വരെയുള്ള പ്രദേശങ്ങളിൽ വളരെ വിശിഷ്ടമായ ഒരു റംസാൻ കഞ്ഞി വിതരണം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യവും വളരെ വിപുലമായ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഈ പ്രദേശത്ത് ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ മധുരം നുകരാവുന്ന രീതിയിൽ ഇത് നമ്മൾ തയ്യാർ ചെയ്തുകൊണ്ട് 300-ലധികം വരുന്ന വീടുകളിലേക്ക് 2 വണ്ടികളിലായി ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ നിസ്സീമമായ സഹകരണം കൊണ്ട് എല്ലാ വീടുകൾക്കും മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഇതിൽ നമ്മൾ കൈയാളിയിട്ടുള്ളത്. തൊഴുപ്പാടം സ്കൂൾ മുതൽ നമ്മുടെ വാകാലിക്കാവ് ഭഗവതി ക്ഷേത്രം വരെയുള്ള മേഖലയിൽ വസിക്കുന്ന 600-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു മരുന്ന് കഞ്ഞി സൗജന്യമായി നമ്മൾ വിതരണം ചെയ്യുകയാണ്. സാമൂഹ്യ പ്രവർത്തകരും നമ്മുടെ അതുപോലെ തന്നെ പ്രവാസികളായ സുഹൃത്തുക്കളുടെയൊക്കെ നിസ്സീമമായ സഹകരണം കൊണ്ടുകൂടിയാണ് ഈ വലിയ ഒരു പരിപാടി കഴിഞ്ഞ 30 ദിവസങ്ങളിലായി നാം നടത്തിക്കൊണ്ടുപോയത്. ഇതിൻ്റെ പേരിൽ പണിയെടുക്കുന്ന ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന നിരവധി സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും ദൈവം അർഹിച്ച അംഗീകാരവും അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പുതുതലമുറയിലെ കുഞ്ഞുങ്ങളടക്കം ഇപ്പോൾ ഔഷധക്കഞ്ഞിയുടെ ഇഷ്ടക്കാരാണ് എന്നത് എടുത്തു പറയേണ്ടത് തന്നെ. ഉണങ്ങല്ലരി, ഉലുവ, നല്ല ജീരകം, നാളികേരം, മഞ്ഞൾപ്പൊടി, ചെറുപയർ, ചെറിയ ഉള്ളി, സവാള, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞി വൈകിട്ട് 4 മണിയോടെ പള്ളിയങ്കണത്തിൽ നിന്നും 2 പെട്ടി ഓട്ടോറിക്ഷകളിലായി നിരത്തിലേക്കിറങ്ങും. റമദാനിലെ എല്ലാ ദിവസവും മുടക്കം കൂടാതെ ഇത് നടത്താൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ. മുടക്കം വരരുതേ എന്ന പ്രാർത്ഥനയോടെ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ കാലയവനികൾ മറഞ്ഞുപോയ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷത്തോളമായി ഈ വാടാലിപ്പാടം തൊഴുപ്പാടം പ്രദേശങ്ങളിൽ 600-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഈ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ജനങ്ങളുടെ വലിയ പിന്തുണ ഈ കഞ്ഞി വിതരണത്തിൽ ഞങ്ങൾക്ക് ലഭ്യമാകാറുണ്ട്. ഇതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഈ നോമ്പിൻ്റെ അവസാന സമയത്ത് വളരെ നന്ദി കടപ്പാടും ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078000222 62 384 22503.